പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. രണ്ടാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. മലയാളം ബൈബിളിൽ ഒരു വേർഷനേ ഉള്ളോ, പല വേർഷൻസ് ഉണ്ടോ? ഒറ്റയൊരു തർജ്ജിമയേ ഉള്ളൂ മലയാളത്തിൽ, അതോ വേറെ പുതിയ തർജ്ജിമ വല്ലതും ഉണ്ടോ? എന്തോ പല തർജ്ജിമകളുണ്ട്, കയ്യിലിപ്പ ഇല്ല. വേറെ ആരുടെയിലെങ്കിലും ഇതിൽ നിന്നും വ്യത്യസ്തമായ തർജ്ജിമയുണ്ടോ? ഇംഗ്ലീഷ് അല്ല, മലയാളത്തിൽ വേറെ തർജ്ജിമ ഇപ്പൊ കയ്യിലുണ്ടോ? ഇല്ല, വായിച്ചാട്ടെ. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. 1-ാം അധ്യായം 22-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോട് രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. അപ്പോൾ 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ മതി. രാജാവിന്റെ കൽപ്പന, ജനിക്കുന്ന സകല ആൺകുഞ്ഞുങ്ങളെയും വെള്ളത്തിൽ എറിഞ്ഞ് കൊന്നുകളയണം, ഒരുത്തൻ പോലും ജീവിക്കുവാൻ അനുവദിക്കരുത്. പിശാച് വരുമ്പം നമ്മുടെ ചിന്താഗതി അല്പമൊക്കെ നശിപ്പിച്ച് ബാക്കിയും കൊണ്ട് ജീവിച്ചോട്ടെന്നുള്ള ചിന്താഗതിയിലാണ് പിശാച് വരുന്നത്. അല്ല, വരുന്നത് സമ്പൂർണമായി മുടിച്ചു കളയാനാണ്. 1 ഇഞ്ച് അവന് സ്ഥലം കൊടുത്താൽ ഉള്ളത് മുഴുവൻ അവൻ തകർക്കാൻ വേണ്ടിയാണ് വരുന്നത്. പലപ്പോഴും പറ്റുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്പം നമ്മൾ പിശാചിന് അനുവാദം കൊടുത്താൽ അവൻ മുഴുവൻ തകർക്കാതെ മാറത്തില്ല എന്ന് മറക്കരുത്. അവൻ്റെ അല്പം കാണുമ്പോഴേ അവനെ മുഴുവനുമായി പിഴുതെടുത്ത് കളയുവാൻ ഈ പകൽക്കാലം ദൈവമക്കൾ തയ്യാറായ മതിയാകും. അവൻ്റെ അല്പം കാണുമ്പോൾ, അവൻ്റെ ചെറിയ ഇടപെടലുകൾ കാണുമ്പോൾ, സാത്താനീയ പ്രവർത്തനങ്ങൾ ഒരു ചെറിയ അളവിൽ കാണുമ്പോൾ അന്നേ അതിനെ പറിച്ചു കളയുവാൻ താല്പര്യപ്പെടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവവും അങ്ങനെ, ദൈവം പറയുന്നു നിന്റെ ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കരുത്. കാരണം ദൈവവും ആരംഭിക്കുമ്പം ചെറുതായിട്ട് ആരംഭിക്കും. ഹല്ലേലൂയ. ഈ സഭയുടെ വളർച്ചയെ പറ്റി ഇപ്പം നമ്മൾ കേട്ടു. ചെറിയ ആരംഭങ്ങൾ ദൈവം അനുവദിക്കും, എന്നാൽ അവയുടെ ഭാവി ചെറുതല്ല, അവയുടെ ഭാവി വളരെ വലുതാണെന്ന് മറക്കരുത്. ഇവിടെ ഇരിക്കുന്നവരുടെ നടുവിൽ ദൈവം ഒരു ചെറിയ ആരംഭം എൻ്റെ ജീവിതത്തിൽ ഈ 21 ദിവസം കൊണ്ട് ചെയ്തു എന്ന് ഹൃദയത്തിൽ മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ നടുവിലുണ്ടോ? എൻ്റെ ഭാവി ഒരു വലിയ വിശാലമായ ഭാവിയായി എൻ്റെ ദൈവം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ ഒരു ചെറിയ ആരംഭമായിരിക്കും, ചെറിയ ഒരു ഉണർവായിരിക്കും, ഒരു ചെറിയ വിശ്വാസമായിരിക്കും, ഒരു ചെറിയ ദർശനമായിരിക്കും, ഒരു ചെറിയ വിളിയായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഏലിയാണോ വിളിച്ചത്, ദൈവമാണോ വിളിച്ചതെന്ന് അറിയാൻ വയ്യാത്തതുപോലെ വളരെ ശാന്തമായി ദൈവം വിളിച്ചെങ്കിലും ആ വിളി രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുള്ള വിളിയായിരുന്നു. ആ വിളി യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ എഴുന്നേൽക്കുവാൻ, ഒരു ദാവീദിനെ ദൈവം എഴുന്നേൽപ്പിക്കുവാനുള്ള അഭിഷേകമായിരുന്നു. ദൈവീക പ്രവർത്തികൾ ചെറുതായി തുടങ്ങിയാലും അവയുടെ വ്യാപ്തി വലുതാകയാൽ ഈ പകൽക്കാലം ചെറുതിനെ തുച്ഛീകരിക്കാത്ത ദൈവമക്കളെ എൻ്റെ ദൈവം വളരെ ശ്രദ്ധയോടെ നോക്കുകയാണ്. ചെറുതിനെ തുച്ഛീകരിക്കാത്ത, ചെറിയ ദൈവപ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കാത്ത, ചെറിയ ദൈവപ്രവർത്തനങ്ങളെ മുറുകെ പിടിക്കുന്ന, ചെറിയ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്ന, ചെറിയ ദർശനങ്ങളെ മുറുകെ പിടിക്കുന്ന, ചെറിയ വഴിത്തിരിവുകൾക്ക് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ ഇതിന്റെ നടുവിലുണ്ടോ? എൻ്റെ ദൈവത്തിന് പറയാനുള്ള നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആ വാക്യം വിശ്വസിക്കുന്ന എത്ര പേര് ഇതിന്റെ നടുവിലിരിപ്പുണ്ട്? ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, അത്രയും ഞാൻ നിനക്ക് വേണ്ടി വെച്ചിരിക്കുക. കാരണം എന്തുവാ? എൻ്റെ അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുവാൻ പോകുകയാണ്. അല്പത്തോട് നീ വിശ്വസ്തത കാണിച്ചു. ഹല്ലേലൂയ. പിശാചും ഇതേ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അല്പം കൊണ്ട് അവൻ വരും. അല്പം അവിശ്വാസം, അല്പം ഭയം, അല്പം പ്രവൃത്തി, അല്പം വൃത്തികേട്, അല്പം സംശയം, അല്പം വേണ്ടാത്ത കാര്യങ്ങൾ, അല്പം ആവശ്യമില്ലാത്ത ചിന്താഗതികൾ. ഈ പകൽക്കാലം പിശാച് അല്പത്തെ വെറുത്താൽ ദൈവത്തിന്റെ അല്പത്തെ കയറി പിടിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്.
ഫറവോന്റെ കൽപ്പന എന്തുവാ? ഒന്നിനെ, എല്ലാ വീട്ടിലും ജനിക്കുന്ന ആൺകുഞ്ഞിനെ മാത്രം കളഞ്ഞാൽ മതി, അത് മതി. എന്നാൽ ആൺ തലമുറ മുഴുവൻ ഇവിടുന്ന് മുടിച്ചു കളയാം, ഇതിനെ മുഴുവൻ എടുത്ത് കളയാം, ഈ ജനത്തിന് ഇനിയും ഭാവി ഉണ്ടാകരുത്. അങ്ങനൊരു കൽപ്പന പുറപ്പെട്ടപ്പോൾ ആ സമയത്ത് ഒരു ലേവ്യൻ, എല്ലാരും പറഞ്ഞാട്ട് ഒരു ലേവ്യൻ, ബാക്കി ലേവ്യന്റെ കാര്യം അറിയത്തില്ല, ബാക്കി ലേവ്യന്റെ കാര്യം അവിടെ എഴുതിയിട്ടില്ല, പേരില്ലാത്ത ഒരു ലേവ്യൻ. മോശയുടെ പേര് എല്ലാവർക്കും അറിയാം. എന്നാൽ രാജാവിന്റെ കൽപ്പന പുറപ്പെട്ടപ്പോൾ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാത്ത ഒരു മോശ ജനിക്കണമെങ്കിൽ അത്രയൊരു പിതാവിനെ ദൈവം തെരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ പുറത്തെടുക്കുവാൻ രാജകൽപ്പനയെ ഭയപ്പെടാത്ത ഒരുവന് ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം എടുത്ത് വായിച്ചാൽ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ വിശ്വാസത്താൽ മോശ എന്നൊരു വാക്ക് കാണാം. അതിന്റെ കാരണം എന്തുവാ? അങ്ങനൊരു മോശ രംഗപ്രവേശനം ചെയ്യുവാൻ കാരണം വിശ്വാസത്താൽ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാത്ത പേരില്ലാത്തൊരു ലേവ്യൻ അവിടെ എഴുന്നേൽക്കുവാൻ തയ്യാറായി. ഇതിന് നടുവിൽ പേരില്ലാത്ത ചിലർ എഴുന്നേറ്റാൽ പേരുള്ള മോശമാരെ എന്റെ ദൈവം ജനിപ്പിക്കും, മറക്കരുത്. സ്തോത്രം, 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 സ്തോത്രം. ആരും അറിയാത്ത, ആർക്കും അറിയുവാൻ വഴിയാത്ത, വലിയ പഠിപ്പില്ലാത്ത, വലിയ കഴിവില്ലാത്ത, വലിയ പണമില്ലാത്ത, വലിയ അറിവില്ലാത്ത, പേരില്ലാത്ത ചില ലേവ്യന്മാർ ഇതിന് നടുവിൽ ഇന്നത്തെ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാതെ നിന്റെ സ്ഥലത്തു നീ എഴുന്നേറ്റാൽ രാജാവിന്റെ കൽപ്പനയെ ഭയപ്പെടാത്ത പേരുള്ള ഒരു കൂട്ടം തലമുറയെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ഈ ദേശത്തിൽ വിശ്വസ്തനാ. ഹല്ലേലൂയ. പേരില്ലാത്തൊരു ലേവ്യൻ, പേരില്ലാത്തൊരു ലേവ്യൻ, അവൻ രാജാവിന്റെ കൽപ്പന കേട്ടപ്പോൾ അവന്റെ വീട് വിട്ടു. ഞാൻ വേറെ തർജ്ജമയുണ്ടെന്ന് ചോദിക്കാൻ കാരണം അതാ, എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിക്കട്ടെ, ഞാനത് വായിച്ച് അതുപോലെ അങ്ങ് തർജ്ജമ ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും തർജ്ജമ ചെയ്യാനുള്ള കൃപയുണ്ടെങ്കിൽ ഒരു പുതിയ തർജ്ജമയായിട്ട് വന്നാട്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് വേർഷൻസും ഉണ്ട്, പെർവേർഷൻസും ഉണ്ട്. Exodus chapter 2 verse 1. And there went a man of the house of Levi and took to wife a daughter of Levi. അത് മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. മതി. ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ, ചില ട്രാൻസ്ലേഷൻസിൽ ഔട്ട് ഓഫ് ദ ഹൗസ്, വീടിന്റെ പുറത്തു പോയെന്നുണ്ട്. ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ അവന്റെ വീട്ടിൽ നിന്നും ഒന്ന് പോകുവാൻ തയ്യാറായി. രാജാവിന്റെ കൽപ്പന വന്നപ്പം മിക്കവാറും എല്ലാവരും വീട്ടിലിരിക്കുക. കല്യാണപ്രായമായ പെണ്ണുങ്ങളെ കല്യാണത്തിന് ആരും കൊടുക്കുന്നില്ല, കാരണം ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ കളയണം വെള്ളത്തിൽ. അതുകൊണ്ട് വേണ്ട, കല്യാണമേ വേണ്ട. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അന്നത്തെ കാലത്തെ എല്ലാ കല്യാണ മണ്ഡപങ്ങളുടെയും ബുക്കിംഗ് ക്യാൻസലായി. ചെറുക്കന്മാർക്കും കല്യാണം കഴിക്കണ്ട, അമ്മമാർ മക്കളെ ഒട്ട് പെമ്മക്കളെ ഒട്ട് കല്യാണത്തിന് കൊടുക്കത്തുമില്ല. അതുകൊണ്ടാണ് ചെറുക്കൻ ഇറങ്ങി ഒറ്റയ്ക്ക് പോയത്. ഈ വാക്യം പറഞ്ഞുകൊണ്ട് ആരും ഇപ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങണ്ട. ഞാൻ അതുകൊണ്ടാണ് ഈ ചരിത്രം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിനോട് പറഞ്ഞു, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്ന് ഞാൻ അവൻ്റെ കൂടെ പോയി, അത്രയേ ഉള്ളൂ. നോ, ദാറ്റ്സ് നോട്ട് റൈറ്റ്. സോ കൂടെ ഇറങ്ങാൻ മാതാപിതാക്കളില്ല, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ഇസഹാക്കിനൊരു പെൺകുഞ്ഞിനെ നോക്കാൻ, പെണ്ണിനെ നോക്കാൻ ആരെയാ? ഏലിയാസറിനെ അബ്രഹാം അയച്ചു. പക്ഷെ അങ്ങനെ അയക്കാൻ ഇവിടെ ഒക്കത്തില്ല, കാരണം രാജാവിന്റെ കൽപ്പന അതിന്റെ നേരെ മേലത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ രാജാവിന്റെ കൽപ്പനയുള്ളത് കൊണ്ട് വിവാഹം നടത്തുന്ന ഏജന്റുമാരുടെ എല്ലാം ഓഫീസ് പൂട്ടിയിരിക്കുക, മാരേജ് ബ്യൂറോ എല്ലാം അടച്ചു വെച്ചേക്ക്. കാരണം ഇപ്പൊ ആർക്കും കല്യാണം കഴിക്കണ്ട. രാജാവിന്റെ കൽപ്പന അത്ര ഭയങ്കരമായ കൽപ്പനയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ, എല്ലാവരും പറഞ്ഞാട്ട് ഒരു മനുഷ്യൻ, ഇന്ന് പകൽക്കാലം ഒരു ദൂത ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിതാ, നീ ആ ഒരു മനുഷ്യനായിരിക്കുമോ? ഇസ്രായേലിന്റെ ഭാവിയെ തിരുത്തി കുറിക്കുന്ന ഒരു മനുഷ്യൻ നീ ആകാൻ തയ്യാറാണോ?
ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം ഒരു മനുഷ്യനെ തേടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതികളായ 12 ഗോത്രങ്ങളിൽ ഒരു മനുഷ്യൻ ഇറങ്ങുവാൻ തയ്യാറായി. ഈ പകൽക്കാലം ആ ഒരു മനുഷ്യനായിരിക്കുവാൻ ഇതിന് നടുവിൽ എത്ര പേരുണ്ട്? നിന്നിൽ കൂടി ഒരു വലിയ പുതുമ എന്റെ ദൈവം കൽപ്പിച്ചെടുക്കുവാൻ തയ്യാറാ. പേരില്ലാത്ത, പണമില്ലാത്ത, അറിവില്ലാത്ത, ജ്ഞാനമില്ലാത്ത ഒരു മനുഷ്യൻ. എല്ലാരും പറഞ്ഞാട്ട്, ഒരു മനുഷ്യൻ. 2 ഇല്ല കൂടെ പോകാൻ, 3 ഇല്ല കൂടെ പോകാൻ, മാതാപിതാക്കൾ ഇല്ല കൂടെ പോകാൻ, കല്യാണം ആലോചിക്കാൻ പറയാൻ ആളില്ല. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് വീട് വിട്ട് ഇറങ്ങി നടക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നത് അറിയത്തില്ല. പണ്ടൊരിക്കൽ അബ്രഹാം പിതാവിനെ ദൈവം വിളിച്ചപ്പോൾ ഒറ്റയ്ക്ക് വീട് വിട്ട് കാണാത്ത ദേശത്തിലേക്ക് നടന്നതുപോലെ ഇതാ ഞാനും നടന്നു പോകുകയാണ്. രാജാവിന്റെ കൽപ്പന എനിക്ക് മീതെ ഒരു വാള് പോലെ നിൽക്കുന്നുവെങ്കിലും എന്റെ ദൈവം എനിക്ക് പരിചയമാണ്, എനിക്ക് പലകയാണെന്നൊരു വിശ്വാസം എന്റെ അകത്ത് കത്തുന്നത് കൊണ്ട് വീടിന്റെ അകത്ത് ഇരിക്കാൻ ഒക്കത്തില്ല. എനിക്കൊരു ദർശനമുണ്ട്. മുന്നിലേക്കുള്ള ഭാവിയെ കൊന്നുകളയുവാൻ, മുന്നിലേക്കുള്ള ഇസ്രായേൽ ഉണ്ടാകാതിരിക്കുവാൻ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഇവന്റെ കീഴിൽ നിന്ന്, ഇവന്റെ വാളിന്റെ കീഴിൽ നിന്ന് ജനത്തെ പുറത്തെടുക്കുവാൻ എന്റെ അകത്ത് ഇരുന്ന ഇരിപ്പിനൊരു വിശ്വാസം ദൈവം അകത്ത് കയറ്റിയതുകൊണ്ട് വീട്ടിലിരിക്കുവാൻ ഒക്കത്തില്ല. ഇതാ ഞാൻ വീട് വിട്ട് ഇറങ്ങുകയാണ്. എവിടേക്ക്? ഐ ഡോണ്ട് നോ, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, പേരില്ലാത്ത ലേവ്യൻ. ഹല്ലേലൂയ, ഒരു ലേവ്യൻ. ആ കാലത്ത് പരിചയമില്ലാത്ത ഒന്ന് ചെയ്യുവാൻ അവൻ തീരുമാനിച്ചു. കാരണം അവൻ പറഞ്ഞു, എന്റെ അകത്ത് എനിക്കറിയാം ദൈവത്തിന്റെ സമയമായി. ഇതിന് നടുവിൽ ചിലർക്കറിയാം ദൈവത്തിന്റെ സമയമായി. ഐ ഡോണ്ട് നോ, എന്റെ മനസ്സിൽ ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ സമയമായി. ദൈവം എന്തോ അത്ഭുതങ്ങൾ ചെയ്യുവാൻ, വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ, ഈ ദേശത്തെ പിടിച്ചു കുലുക്കുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പ്രവചനമായി ഞാൻ പറയട്ടെ. മംഗലാപുരത്തും കർണാടകയിലും ഒക്കെ ദൈവമക്കളെ കത്തിക്കാൻ തുടങ്ങിയതോടുകൂടി ഇവിടുത്തെ ഗവൺമെന്റിന്റെ കസാല ദൈവം കുലുക്കാൻ തുടങ്ങി. യവന്മാർക്ക് ഇത്രയും കൊല്ലം ഇല്ലാഞ്ഞ ചാൻസ് ദൈവം കൊടുത്തു. സൗത്ത് ഇന്ത്യയിൽ ദൈവമക്കളുടെ പ്രാർത്ഥന നിമിത്തം ഇവനൊന്നും ഒരിക്കലും പവറി വരത്തില്ലായിരുന്നു. പിന്നെ ദൈവം ഏതോ കരുണ കാണിച്ചൊരു ചാൻസ് കൊടുത്തു. ആ കൈക്ക് ദൈവമക്കളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് ഇവന്റെ കസാല ദൈവം ആട്ടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇനി ഞാൻ പ്രവചനം പറയാൻ വന്ന ഭാഗം പറയട്ടെ. ഇത് പ്രവചനമല്ല, ഇത് നടന്ന ചരിത്രമാണ്. പലരും നടന്ന ചരിത്രത്തിന് ശേഷം പ്രവചിക്കും, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ വന്ന ദൂത് ഒരു പ്രവചനമായി ഞാൻ പറയാൻ വന്നത്. ഐസായ യെശയ്യാപ്രവചനത്തിലല്ലേ, അവന്റെ തോളിൽ, and the government shall rest on his shoulder. ആധിപത്യം അവന്റെ തോളിലായിരിക്കും. എല്ലാരും എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞാട്ടെ, ആധിപത്യം, ഭരണം അവന്റെ തോളിലായിരിക്കും. ഈ വാക്യം കർണാടകയ്ക്കും ബാധകമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആ ദൈവവചനം കർണാടകയ്ക്ക് ബാധകമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിന് നടുവിലുണ്ടെങ്കിൽ, യേശുവിനെ ധരിച്ച, യേശുവിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ തോളിൽ ഈ ദേശത്തിന്റെ ഭരണവും എന്റെ ദൈവം കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. അതുവരെ ഹല്ലേലൂയ. എനിക്ക് ആ ഇംഗ്ലീഷിലെ ആ തർജ്ജിമ ഞാനൊന്ന് ചെയ്യട്ടെ. and the government shall rest on his shoulder. അവന്റെ തോളിൽ ആധിപത്യം ഉണ്ടാകുമെന്നല്ല, അവന്റെ തോളിൽ ഭരണം റെസ്റ്റ് ചെയ്യും, വിശ്രമിക്കും. ഹല്ലേലൂയ. ഭരണകർത്താക്കന്മാർക്ക് റെസ്റ്റ് വേണമെങ്കിൽ ഇവിടെ സമത സന്തോഷമാകുമ്പോൾ അവിടെ മമതയ്ക്ക് കുഴപ്പമാണ്. ഇന്നത്തെ ഇന്ത്യൻ പൊളിറ്റിക്സ് ഇതാ, ഒരു സമാധാനമില്ല. and if the government has to rest, ഗവൺമെന്റിന് റെസ്റ്റ് വേണമെങ്കിൽ അവന്റെ തോളിൽ ഭരണം വരുവോളം ദൈവകൃപ പ്രാപിച്ച, ഹല്ലേലൂയ, എന്റെ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഭരണം ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ചില വ്യക്തികളെ ദൈവം ഈ ദേശത്തും എഴുന്നേൽപ്പിക്കട്ടെ. അതിന് വിശ്വാസമുള്ള ഒരു ലേവ്യൻ ഇതിന് നടുവിലുണ്ടെങ്കിൽ, ദൈവം ഇത് ചെയ്യാൻ വിശ്വസ്തനാ, ദൈവം ഇത് ചെയ്യാൻ ശക്തനാ,
ദൈവം ഇത് ചെയ്യുവാൻ കഴിവുള്ളവനാ. എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഈ പകൽക്കാലം ഇവിടെ ദൈവം പകരുന്ന അഭിഷേകം ചിലത് വീട് വിടുന്ന അഭിഷേകമാ, ചിലത് ചിന്താഗതികൾ വിടുന്ന അഭിഷേകമാ, ചിലത് പഴയത് വിടുന്ന അഭിഷേകമാ. ഈ കാലത്ത് ആരും ചെയ്യാത്ത ചിലത് ചെയ്തെടുക്കുവാൻ എന്റെ ദൈവം ചിലതിനെ നടത്തുന്ന ഒരു അഭിഷേകമായി പകൽക്കാലം ഇതിന് നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ലേവിയൻ അവന്റെ വീട് വിട്ടു. എല്ലാരും പറഞ്ഞാട്ട് വീട് വിട്ടു. അങ്ങനെ എഴുതി വെക്കാൻ കാരണമുണ്ട്. അങ്ങനെ എഴുതി വെക്കാൻ കാരണമുണ്ട്. And a man went from the house of Levi. അങ്ങനെ എഴുതി വെക്കാൻ കാരണമുണ്ട്. കാരണം തിരിച്ചു കയറ്റുവാൻ അറിയത്തില്ല. കാരണം കുടുംബക്കാർ ഇതിനകത്ത് സന്തോഷമില്ല, നാട്ടുകാർക്ക് ഇതിനകത്ത് സന്തോഷമില്ല, രാജാവിന് ഇതിനകത്ത് ഒട്ടും സന്തോഷമില്ല. സ്വോത്രം സ്വോത്രം. ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം പറയാം. ഇപ്പം ബാംഗ്ലൂരിൽ രാത്രി ടെററിസ്റ്റിനെ പിടിക്കാൻ പോലീസുകാരുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടെററിസ്റ്റിനെ മാത്രം പിടിക്കുമെന്നല്ല, ഏത് ദൂതന്മാരെയും പിടിക്കും. പിടിച്ചു നിർത്തി എല്ലാം ചെക്ക് ചെയ്ത് വെച്ചേ വിടത്തുള്ളൂ. ടെററിസ്റ്റിനെ മാത്രമേ പിടിക്കത്തുള്ളെന്ന അനൗൺസ്മെന്റ്, പക്ഷെ എല്ലാവരെയും പിടിക്കും, പിടിച്ച് ചെക്ക് ചെയ്യും. ഒരു ഉത്തരവ് വന്നാൽ അത് ഒത്തിരി ബാധിക്കും. കഴിഞ്ഞ ദിവസം എന്നെ അശ്വത് നഗറിൽ വെച്ച് ഒരു പോലീസ് പിടിച്ചു. ഞാൻ ധൃതിയിൽ പ്രാർത്ഥിക്കാൻ പോവാ രാത്രിയിൽ. ആ അശ്വത് നഗർ വഴിയിൽ പിടിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ലൈസൻസ് ഇതാ, പേരെന്തോ? ഞാൻ പറഞ്ഞു എല്ലാം ലൈസൻസിലുണ്ട്, നിന്റെ പേര് പറയാൻ പറഞ്ഞു, നിനക്ക് വായിക്കാം, എല്ലാം അത് എഴുതിയിട്ടുണ്ട്, വായിക്കാം, എന്നെ വിട, എനിക്ക് പോകണം. പോലീസുകാരൻ പറഞ്ഞു അങ്ങനെ ധൃതി വെക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ കള്ളന്മാരെ പിടിക്കാനല്ലേ നിൽക്കുന്നാന്നു. ഞാൻ പറഞ്ഞു നീ കള്ളന്മാരെ പിടിക്കും, ഞങ്ങളെ അങ്ങ് വിട, കള്ളന്മാരെ താണ്ട് പോകുന്നു, എല്ലാം പോയിക്കൊണ്ടിരിക്കുക, നീ എന്നെ മാത്രം പിടിച്ചു നിർത്തിക്ക്. ഞാൻ ഉപദേശിയ അന്ന് ഞാൻ പറഞ്ഞ മറുപടിയാ സഹിക്കാൻ വയ്യ. ഞാൻ എല്ലാ കള്ളന്മാരും ഇങ്ങനെ പറയുന്നെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയും ചിരിച്ചു, ഞാനും ചിരിച്ചു. പുള്ളി കാപ്പി കുടിച്ചില്ലെന്ന് പറഞ്ഞു, ഞാനും കുടിച്ചില്ലെന്ന് പറഞ്ഞു, ഞാനങ്ങ് പോയി. ഏത് കൽപ്പനയും ഒത്തിരി ബാധിക്കും. ആ കൽപ്പന മാത്രം അല്ല, ആ കൽപ്പനയ്ക്ക് ചുറ്റും കുറെ അഡീഷണൽ കൽപ്പനകളുണ്ട്, അത് ഒത്തിരി പേരെ ബാധിക്കും. എന്ന് പറഞ്ഞ പോലെ ആൺകുഞ്ഞുങ്ങളെ അങ്ങ് കൊന്നു കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ആണിനെ മാത്രം കൊല്ലുക എന്നല്ല അവിടെ. അത് ഒരുപാട് കാര്യങ്ങളെ ബാധിച്ചു. ജീവിത രീതിയെ ബാധിച്ചു, ചിന്താഗതികളെ ബാധിച്ചു, മുന്നോട്ടുള്ള ഭാവിയെ ബാധിച്ചു, ഒത്തിരി കാര്യങ്ങൾ ബാധിച്ചു. അതിന്റെ നടുവിൽ ആ ബാധ്യതകളെയെല്ലാം മറന്ന് അതിന് വിരോധമായി നിൽക്കുവാൻ ഒരു മനുഷ്യൻ ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു. അതുകൊണ്ട് 2-ാം അധ്യായം തുടങ്ങിയത് അവന്റെ കാര്യം പറഞ്ഞ, മോശയുടെ കാര്യത്തിലല്ല 2-ാം അധ്യായം തുടങ്ങുന്നത്. ആ മനുഷ്യനെ പരിശുദ്ധാത്മാവ് മറന്നില്ല. ഹല്ലേലൂയ. മോശെ, നിന്റെ ചരിത്രം തുടങ്ങുന്നതിന് മുമ്പേ നിന്റെ ഒരു പിതാവുണ്ട്, അവനെ മറക്കുവാൻ കഴിയത്തില്ല. നോ, അവനെ മറക്കുവാൻ കഴിയത്തില്ല. കാരണം മക്കൾ ജനിക്കാൻ പാടില്ലെന്ന് നാട്ടുനിയമമായപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ല, ദൈവത്തിന്റെ സമയമായി എന്റെ ഹൃദയത്തിൽ എനിക്ക് മനസ്സിലാകുന്നു, ഒരു ഡെലിവറർ, ഒരു വീണ്ടെടുപ്പുകാരൻ ജനിക്കുവാൻ പോകുന്നു എന്ന് എന്റെ ഹൃദയത്തിൽ മനസ്സിലാകുന്നു. ഇവിടുത്തെ രാജാവിന്റെ കയ്യിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുവാനുള്ള ഒരു വിളി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എനിക്കത് പറയാൻ അറിയത്തില്ല, എനിക്കത് പ്രസംഗിക്കാൻ അറിയത്തില്ല, എനിക്ക് ദൂത് പറയാൻ അറിയത്തില്ല, എനിക്ക് പാടാൻ അറിയത്തില്ല, എനിക്ക് എഴുതാൻ അറിയത്തില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇരിക്കുന്നിടത്തു ഞാൻ എഴുന്നേറ്റൊന്ന് പോകട്ടെ, ദൈവം എന്റെ അകത്ത് ഏൽപ്പിച്ചത് ഞാൻ ചെയ്യട്ടെ. പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് അറിയത്തില്ല. എന്നാൽ എന്റെ അകത്ത് കത്തുന്ന ഒരു തീ, ഈ പകൽക്കാലം എത്ര പേരുടെ അകത്ത് ഒരു തീ കത്തുന്നുണ്ട്? ദൈവിക വാഗ്ദത്തത്തിന്റെ വിളിയുടെ സ്വോത്രം 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 സ്വോത്രം. അകത്ത് തീയുണ്ടോ? അകത്ത് തീയുണ്ടോ? അകത്ത് തീയുണ്ടോ? എന്റെ ദൈവം ചിലത് ചെയ്തെടുക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. ദൈവം ഒരു മനുഷ്യനെ വിളിച്ചാൽ എങ്ങനെ അറിയാം? ചിലപ്പോ കണ്ടാൽ അറിയത്തില്ല. യോഹന്നാനെ നോക്ക്, സ്നാപക യോഹന്നാൻ, ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം, ഇന്നത്തെ റോക്ക് സ്റ്റാറിന്റെ സ്റ്റൈലിലാണ് നിൽക്കുന്നത്. സ്വാമിമാരുടെ കൂട്ട് മുടിയും വളർത്തി. പിന്നെ പെന്തിക്കോസ് പള്ളി കയറ്റത്തില്ല, പെന്തിക്കോസ് പള്ളി പോയിട്ട് നാട്ടിൽ കയറ്റത്തില്ല, നാട്ടുകാരുടെ നടുവിൽ കയറ്റത്തില്ല. അതുകൊണ്ട് വനാന്തരത്തിൽ പോയി. എൻ്റെ ആഹാരം എന്തോ? കഞ്ഞിയും പയറും ജീരകവെള്ളവും അല്ല, പെന്തിക്കോസ്റ്റൽ സ്റ്റേപ്പിൾ ഫുഡ് അല്ല. എന്തോ ഇവന്റെ ആഹാരം? എന്തുവാ?
ആ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. വെട്ടിക്കിളിയും കാട്ടുതേനും. കാട്ടുതേൻ, താങ്ക് യു. ഇവന് പട്ടണത്തിലിരുന്നുകൊണ്ട് കാട്ടുതേൻ ഇമ്പോർട്ട് ചെയ്യുകയല്ലായിരുന്നു. ഇവൻ കാട്ടിലായതുകൊണ്ട് അതേ കിട്ടത്തുള്ളൂ. കാട്ടിലാ സുവിശേഷ പ്രവർത്തനം. നോക്കിക്കോണേ, അകത്ത് തീ കത്തുക, അകത്ത് തീ കത്തുക. അപ്പൊ ഇവന്റെ അകത്ത് കത്തുന്ന തീക്ക് ഒരു രൂപമുണ്ട്, ഒരു സ്വഭാവമുണ്ട്. അത് പട്ടണത്തിൽ കത്തുന്നതല്ല, അത് കാട്ടി കത്തുന്നതാ. പിന്നെ പട്ടണക്കാരെ അങ്ങോട്ട് അത് ആകർഷിക്കും. 2050 ആകുമ്പോൾ വില്ലേജസിൽ പാർക്കുന്ന, ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പാർക്കുന്ന 60% ആൾക്കാർ 120-120-ലധികമുള്ള ഇന്ത്യൻ പട്ടണങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ലോകത്തിലെ പട്ടണങ്ങളെല്ലാം വികസിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്തുവാ? ആർക്കും ഗ്രാമങ്ങളിൽ താമസിക്കേണ്ട, എല്ലാവരും പട്ടണങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിലുണ്ട് ഒരുത്തന്റെ അകത്ത് തീ കത്തുന്നത് കൊണ്ട് ഇവൻ പട്ടണത്തിൽ നിന്ന് ഒരു ഓട്ടം മരുഭൂമിയിലേക്ക്. അവൻ പറയുന്നത് എന്തുവാണെന്നറിയാമോ? എന്റെ ലക്ഷണം കണ്ടല്ലേ ആൾക്കാർ അകത്ത് തീ കത്തുന്നത് കൊണ്ട് പട്ടണത്തിൽ ഇങ്ങോട്ട് ആള് വരുവാൻ എന്റെ ദൈവം എന്റെ അകത്തൊരു തീ ഇട്ടിട്ടുണ്ട്. The call is powerful. ദൈവിക വിളിക്കതിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അവന്റെ അപ്പൻ ശുശ്രൂഷിക്കുന്ന പള്ളിക്കകത്ത് ഗ്രാമക്കാരും നാട്ടുകാരും എല്ലാം വന്ന് കുറച്ചു പേരുണ്ട്. പക്ഷേ കാട്ടിൽ കിടക്കുന്ന മോൻ ഒട്ടകരോമം ഇട്ടിരിക്കുന്ന വസ്ത്രം, ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം, ഇവനെ കാണാൻ പോയാൽ അമ്മമാർ മക്കളെ തല്ലും. ഇങ്ങനെ ഒരുത്തനെ എന്തിനാ നീ കാണാൻ പോയത്? അതാ അവന്റെ ഗതി. പല്ല് തേച്ചിട്ട് കാലം കുറയായി കാണും. എന്തിനാ നിങ്ങളെല്ലാം ചിരിക്കുന്നത്? സത്യമായി നീ പ്രസംഗിക്കുന്നില്ല. യോഹന്നാൻ സ്നാപകൻ പല്ല് തേച്ചില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കുറവായിരുന്നു. ഇങ്ങനൊരു മനുഷ്യന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങോട്ട് ആൾക്കാർ പോയി ചള്ളവെള്ളത്തിൽ പോയി മുങ്ങി പറയുന്ന ചീത്തയും കേട്ട് സ്വോത്രാഴ്ചയും കൊടുത്ത് തിരിച്ചു പോവുക. നോക്കിക്കോണേ, ഒരുത്തിൻ്റെ മേലുള്ള അഭിഷേകം. ഇവിടെ എ സിയും ഫിറ്റ് ചെയ്ത് ഫാനും ഇട്ട് ലൈറ്റും ഇട്ട് എന്തുമെല്ലാം പറഞ്ഞാലാ സ്വോത്രാഴ്ച എടുക്കുന്ന. അവിടെ ഒരുത്തൻ ആള് വരുമ്പോഴേ പറയാം, സർപ്പസന്തതിയെ. ഓ എന്റെ ദൈവമേ, നിന്നോട് ആരാടാ വരാൻ പറഞ്ഞത്? പോ. സർപ്പസന്തതിയെ ചെല്ലുന്നുണ്ടെ വിളിക്കുന്ന വിളിയ. ഇന്നാരുടെ മോനല്ലേ എന്ന് വലിയ ബഹുമാനത്തോടെ നാട്ടിൽ നമ്മൾ പറയത്തില്ലേ, അതുപോലെ യോഹന്നാൻ സർപ്പസന്തതിയെ. ഞങ്ങൾ നന്നാകാൻ എന്ത് വേണം? നീ നന്നാകാനോ? നീ നന്നാകുമോ? നിന്റെ ചുവട്ടിൽ പണ്ടേ ദൈവം കോടാലി വെച്ചിരിക്കുക. പോ. ഓ എന്തോ പ്രസംഗമാ. ഹല്ലേലൂയ. ആ പ്രസംഗത്തിന് സ്നാനപ്പെടാൻ ആൾക്കാർ ക്യൂ നിൽക്കുക. 2 ദിവസമായി നിൽക്കുന്നു. എന്തിനാ? അല്ല, യോഹന്നാൻ ഇതുവരെ വന്നില്ല. പുള്ളി വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണെങ്കിൽ ഈ കോണിക്കൂടി എനിക്കൊന്ന് ഇറങ്ങാൻ. അവന്റെ മുന്നിൽ ഇറങ്ങാൻ പേടിയാ. നിന്റെ അകത്ത് തീ കത്തുന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കത്തില്ല, പാടി മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അകത്ത് കത്തുന്ന തീക്കനുസരിച്ച് നടക്ക്. എന്തോ ഒരു അത്ഭുതം ദൈവം ജനിപ്പിക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. ദൈവം വിളിച്ചു എന്ന് എങ്ങനെ അറിയാം? ദൈവം എന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നത് എങ്ങനെ അറിയാം? ഹൃദയത്തിനൊരു മാറ്റം എന്റെ ദൈവം കൽപ്പിക്കും. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ചിന്തകൾക്കൊരു മാറ്റം എന്റെ ദൈവം കൽപ്പിക്കും. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ എന്നോട് പറഞ്ഞു, പക്ഷെ എപ്പോഴും ഉറങ്ങാനുള്ളൊരു വിളിയാ എനിക്ക്. ഞാൻ പറഞ്ഞു, നീ പെട്ടിക്കകത്ത് കയറാൻ സമയമായി, അതാ നിത്യനിദ്ര. അയ്യോ അങ്ങനല്ല. ഞാൻ പറഞ്ഞു, എന്നാ പോയി പണിയാൻ പറഞ്ഞു. ഒരുത്തൻ അമ്മയുമായിട്ട് വന്നു, 35 വയസ്സായി, ജോലി ചെയ്യാൻ വയ്യ. whenever I pray I feel like sleeping. അങ്ങനെ ഉറങ്ങാനൊരു വിളിയുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നേരത്തെ പറഞ്ഞ് ഞങ്ങൾ പെട്ടി റെഡിയാക്കി വെക്കാം, കയറാൻ സമയമായി. തമാശ ആണെങ്കിൽ ഒരു കാര്യം അങ്ങ് പറയാൻ പോവുക. കഴിഞ്ഞ ദിവസം ഒരു അങ്കിളും ആൻറ്റിയും വന്നു. അവരിവിടെ അങ്ങ് ഉള്ളതല്ല, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതെല്ലാം 75-80 വയസ്സ് കാണും.
എനിക്ക് പ്രായം കറക്റ്റ് അറിയത്തില്ല. തമ്മി വഴക്ക. മക്കൾ കൊണ്ടുവന്നേക്കുക കൗൺസിലിങ്ങിന്. എന്തോ ചെയ്യും. വീട്ടിൽ ഇവർ നിമിത്തം ഭയങ്കര വഴക്ക. അതുകൊണ്ട് ഇവരെ ഒന്ന് കൗൺസിൽ ചെയ്യാന്ന് പറഞ്ഞ് മക്കൾ വളരെ സമാധാനമായിട്ട് ജീവിക്കുന്നവർ. മോനും മരുമോളും കൂടെ കൊണ്ടുവന്നേക്കുക. എന്തോ പ്രശ്നമാണ് പറഞ്ഞില്ല. ഇങ്ങനെ എപ്പോഴും എന്നെ ചീത്ത വിളിയ, ഇവളെപ്പോഴും എന്നെ അടിക്കും. ഞാൻ ആൻറ്റി ചോദിച്ചു, എന്തിനാ ആൻറ്റി അടിക്കുന്നത്? അങ്ങനെ അങ്കിള് കാണിച്ചു, ഇവിടെ എല്ലാം പോറലുണ്ട്, മാന്തിയത. സത്യമാണ്. ഒന്ന് പറഞ്ഞ് ഇങ്ങനെ വായിലെ വർത്താനം എത്രയാ? ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പറയുന്നതുകൊണ്ട് പറഞ്ഞ് ഇങ്ങനെ അടി മാന്തുവാ, പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെ? ഞാനൊന്നും കൊടുത്താൽ ചത്തുപോകും, അതുകൊണ്ട് ഞാൻ പറയത്തേ ഉള്ളൂ. ഞങ്ങൾ എന്ത് വേണം? ഞാൻ പറഞ്ഞു, ഇത്രയും കൊല്ലം ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിച്ച് വെച്ച് ഈ പ്രായത്തിൽ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് പോക്കോ, കുറച്ചാളും കൂടെ ഉള്ളൂ. ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതായാലും ഇത്രയും നിങ്ങൾ ജീവിച്ചു, ഇനിയും അതിന് ഉപദ്രവിക്കണ്ട. അങ്ങ് കുറച്ചാളും കൂടെ കാരണം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിക്കാൻ എല്ലാവർക്കും കൃപയില്ല. എനിവേ, ഞാൻ മറ്റേതും പറഞ്ഞു, എങ്ങനെ ജീവിക്കേണ്ടത് പറഞ്ഞു വിട്ടു. ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ ഒരു മാറ്റം ദൈവിക വിളി കൊണ്ടുണ്ടാവും. ആടിനെ തീറ്റി നടക്കുന്ന ദാവീദിനോട് ദാവീദ്, നിനക്ക് ആ ഫെലിസ്തീനെ കണ്ടപ്പോൾ നിന്റെ ആടാന്ന് ഓർമ്മ, ഫെലിസ്തീനാന്ന് ഓർമ്മ? ദാവീദ് പറയും, ആട് പണ്ടൊരിക്കൽ ആ ചൂടുള്ള എണ്ണ പകർന്നതുകൊണ്ട് ബ്രെയിൻ ഹെമറേജ് എന്തോ പറ്റിയിട്ടുണ്ട് എനിക്ക്. ആ ചൂടുള്ള എണ്ണ എൻ്റെ തലയിൽ വീണപ്പോൾ മുതൽ എൻ്റെ ചിന്ത ഇപ്പം ആടല്ല, ആട് ചിന്തയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ചിന്ത ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമാണ് എൻ്റെ ചിന്ത. സൈന്യങ്ങളുടെ യഹോവയുടെ ചിന്തയാണ് എൻ്റെ മനസ്സിനെ ഭരിക്കുന്നത്. കാരണം അഭിഷേകം തലയിൽ വീഴുമ്പോൾ, അകത്ത് തീ കത്തുമ്പോൾ ചിന്താഗതികൾക്കൊരു മാറ്റമുണ്ടാകും. ദൈവിക വിളി ചിന്ത മനസ്സിൽ കയറും. ഹല്ലേലൂയ. അതെങ്ങനാ പറയേണ്ടിയെന്ന് അറിയത്തില്ല, എങ്ങനാ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയത്തില്ല. എന്നാൽ ഫെലിസ്ത്യൻ ദാവീദിനെ നോക്കിയുമില്ല, ദാവീദിനോട് മിണ്ടിയുമില്ല, ദാവീദിനോട് സംസാരിച്ചുമില്ല, ദാവീദിനെ ബന്ധപ്പെട്ടതുമല്ല. എന്നാൽ ഫെലിസ്ത്യൻ അവിടെ നിന്നുകൊണ്ട് ഇസ്രായേൽക്കാരെ വഴക്കുണ്ടാക്കിയപ്പോൾ, അവിടെ നിന്നുകൊണ്ട് ഫെലിസ്ത്യൻ ഗോലിയാത്ത് ഇസ്രായേലിനെ വെല്ലുവിളിച്ചപ്പോൾ, ചേട്ടന്മാരുടെ കൂടെ പോയിരുന്ന് കാർഡ് കളിക്കാനും ക്യാരം ബോർഡ് കളിക്കാനും ദാവീദിന് തോന്നുന്നില്ല. ദാവീദിന് വ്യക്തിപരമായൊരു യുദ്ധമായത്. ദാവീദേ, എടാ, അവൻ ഇസ്രായേലിന്റെ സൈന്യത്തെ വെല്ലുവിളിച്ചത്, നീ എന്തിനാ വ്യക്തിപരമായി പേഴ്സണലായിട്ട് അത് എടുക്കുന്നത്? അവരെല്ലാം ചീത്ത പറഞ്ഞു. ആരും അവിടെ നിന്നുകൊണ്ട് നമ്മളെ, എന്നാലും അവൻ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ആരും പറഞ്ഞില്ലല്ലോ. നീ മാത്രം എന്താ ഇങ്ങനെ കയറി റിയാക്ട് ചെയ്യുന്നത്? ദാവീദിനെ സഹിക്കുന്നില്ല. കാരണം അഭിഷേകം വീണാൽ, വിളി വന്നാൽ ഹൃദയത്തിനൊരു വ്യത്യാസമുണ്ടാകാം. ഈ ദിവസങ്ങൾ ദൈവസനിൽ ഇരുന്ന് ഹൃദയത്തിന് വ്യത്യാസമുണ്ടായ എത്ര പേരുണ്ട്? ദൈവിക വിളി, അത് വിളിയുടെ അടയാളമാണ്. അത് വിളിയുടെ അടയാളമാണ്. അത് വിളിയുടെ അടയാളമാണ്. അത് വിളിയുടെ അടയാളമാണ്. ഒരു ചിന്താഗതിക്ക് മാറ്റം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലേവ്യൻ ഇരിക്കുന്ന ഇരിപ്പിൽ അവനൊരു പുതിയ ചിന്ത. എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് കുഞ്ഞുങ്ങളെ വേണം. ഇതെന്തൊരു കഷ്ടമാണ്. രാജാവിന്റെ കൽപ്പന മീതെ നിൽക്കുമ്പോൾ ഇവന്റെ അകത്ത് ഇവന്റെ രാജാവിന്റെ കൽപ്പന മുഴങ്ങുന്നു. ഇവന്റെ രാജാവിന്റെ കൽപ്പന, എന്റെ സമയമായി, വീണ്ടെടുപ്പിന്റെ സമയമായി, ജനം മുൻപോട്ട് പോകാൻ സമയമായി, എനിക്കൊരുവനെ ആവശ്യമുണ്ട്. വിശ്വാസത്താൽ ഭ്രാന്തനെ പോലെ ഇറങ്ങുന്ന ഒരുത്തിനെ എനിക്ക് ആവശ്യമുണ്ട്. മറ്റുള്ളവരുടെ കൂട്ട് സമനിലം സൂക്ഷിച്ചിരിക്കുന്നവരല്ല, എന്നാൽ വിശ്വാസത്താൽ ഒരു കാഴ്ചവെടുത്ത് വയ്ക്കുന്ന ഒരുവനെ എനിക്ക് ആവശ്യമുണ്ട്. എന്റെ ദൈവം അങ്ങനെ ഒരുവനെ ഇതിന് നടുവിൽ കണ്ടാൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അരുളി ചെയ്ത യഹോവ അവന്റെ മേൽ ആത്മാവിനെ പകരും. Praise God. ഇത് മനസ്സിലായ ദാവീദ് ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ബേത്ശേബയുമായി പാപത്തിൽ ഞാൻ പെട്ടുപോയി. എന്റെ രാജകൊട്ടാരം എടുത്തോ, എന്റെ കയ്യിലെ ചെങ്കോൽ എടുത്തോ,
എൻ്റെ തലയിലെ കിരീടം എടുത്തോ, എൻ്റെ രാജവസ്ത്രം എടുത്തോ, എന്നാൽ അങ്ങയുടെ ആത്മാവ് മാത്രം എന്നിൽ നിന്ന് എടുക്കരുത്. എന്ത് വേണേലും എടുത്തോ, അങ്ങയുടെ ആത്മാവ് മാത്രം എന്നിൽ നിന്ന് എടുക്കരുത്. കാരണം ദാവീദിന് അറിയാം, ആത്മാവ് ഉണ്ടെങ്കിൽ പോയത് മുഴുവൻ മടക്കിയെടുക്കുവാനുള്ള ബലം എന്റെ ദൈവം തരും. പോയ പണം മടക്കിയെടുക്കും, പോയ ശക്തി മടക്കിയെടുക്കും, പോയ ബലം മടക്കിയെടുക്കും, പോയ കൃപ മടക്കിയെടുക്കും, പോയ അധികാരം മടക്കിയെടുക്കും. ആ ആത്മാവിന്റെ അഭിഷേകം എന്റെ മേൽ നിലനിന്നാൽ എന്തു പോയാലും എനിക്കത് മടക്കി കിട്ടും. ഈ പകൽക്കാലം ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്ന ചിലതിന്റെ ഹൃദയങ്ങൾ എന്റെ ദൈവം കാണട്ടെ. ഹല്ലേലൂയ. ഹൃദയത്തിനൊരു മാറ്റം. സ്തോത്രം. പഴയ ചിന്താഗതികളല്ല. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഇവിടെ ഭൂതശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷം. ഞാനൊരു നല്ല മെസ്സേജ് പറയാൻ വന്നതാണ്, പക്ഷെ ഈ ഭൂതത്തെ ശാസിക്കുന്ന കണ്ടപ്പോൾ എനിക്കങ്ങ് ആവേശം കയറി. കാരണം പണ്ടൊരിക്കൽ എനിക്ക് ഈ പിശാചിനോട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. കാരണം നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന പല കാര്യങ്ങൾ ഈ പുള്ളി ചെയ്യും. ഹല്ലേലൂയ. ഒരു സത്യം ചരിത്രം പറയുമ്പോൾ അത് പറഞ്ഞേച്ച് ഞാൻ ദൈവം ഏൽപ്പിച്ച കാര്യത്തിലോട്ട് വീണ്ടും മടങ്ങി വരാം. പണ്ടൊരിക്കൽ ഒരു ബൈബിൾ കോളേജിലെ സാർ നമ്മുടെ ചർച്ചിലുണ്ടായിരുന്നു. പലരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആരെപ്പറ്റിയും ചിന്തിക്കണ്ട. അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജിൽ ഒരിക്കൽ ഭൂതമിളകി. അപ്പോൾ പുള്ളി ഞാനും തമ്മിൽ ഇച്ചിരി ഉടക്കായിരുന്നു. ഉടക്ക് ക്ഷമിക്കണം, അത് കറക്റ്റ് അല്ലേ. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടായിരുന്നു. അപ്പം ഇച്ചിരി അല്പസ്വല്പം എന്ന് വെച്ചാൽ ശുശ്രൂഷയുടെ കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ വീഴും, പുള്ളിക്ക് ഇഷ്ടമല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് പാസ്റ്റർ അങ്ങ് പറ എല്ലാവരും നേരെ നിൽക്കാൻ, ഇത് വീഴുന്ന ഞാൻ എന്താണ്. പുള്ളിക്ക് അത് വിശ്വാസമല്ല. എന്നാലും നമ്മുടെ ചർച്ചിലെ ഒരു അസോസിയേറ്റ് പാസ്റ്ററായിരുന്നു. അപ്പോൾ ഒത്തിരി 15 വർഷങ്ങൾക്കും 18 വർഷങ്ങൾക്കും അത് 20 വർഷം മുമ്പ്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ പ്രയാസം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ബൈബിൾ പഠിപ്പിക്കാൻ രാമയ്യ അംബേദ്കറിലൊക്കെ പോയി പുള്ളി ബൈബിൾ ക്ലാസ് കഴിയുമ്പോൾ ആൾക്കാർ വരും പ്രാർത്ഥിക്കാൻ. പുള്ളിയുടെ അടുത്തും വരും, എൻ്റെ അടുത്തും വരും. അപ്പോൾ പുള്ളിക്ക് ചില കാര്യങ്ങൾ എന്നോട് പ്രയാസമാണ്. ഞാൻ പ്രാർത്ഥിച്ചു വിടുമ്പോൾ നീ എന്തിനാ എക്സ്ട്രാ പ്രാർത്ഥിക്കുന്നത് എന്ന്. എക്സ്ട്രാ ഞാനും പ്രാർത്ഥിക്കുന്നതല്ല പുള്ളിക്ക് പ്രശ്നം, പ്രാർത്ഥിക്കുമ്പോൾ ദൂത് പറയുന്ന പ്രശ്നം. എന്തിനാണ് ദൂത് പറയുന്നത്? കാരണം പുള്ളിക്ക് പറയാൻ അറിയത്തില്ല. അതിനിപ്പോൾ ഞാൻ എന്നാ വേണം? അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്, പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങൾ യോജിക്കത്തില്ല. പുള്ളിക്ക് താഴെ വീഴുന്ന ഇഷ്ടമല്ല. അങ്ങനെ അപ്പോൾ പുള്ളിയുടെ ബൈബിൾ കോളേജിൽ ഒരിക്കൽ പുള്ളി പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റ് ഭൂതമിളകി. അഭിഷേകവും സർട്ടിഫിക്കറ്റും തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ ഭൂതം ഇളകണം. അന്നേരം നിന്റെ MTH BD കൊണ്ട് ഒരു ഗുണവും ഇല്ല. അന്നേരം വേണം ദൈവിക വിളി. ദൈവവിളി ഉള്ളവനാ മറ്റേതും ഉള്ളത്, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അഭിഷേകത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വരും. അന്നേരം ഉണ്ട് ആ ഒരു ടെമ്പോ ട്രാവലർ ചർച്ചിൻ്റെ മുന്നിൽ, ഗംഗാനഗർ ചർച്ചിന് മുന്നിൽ കിടക്കുന്നു. എനിക്ക് അന്നേരം സംശയം തോന്നി. ഇന്ന് ട്യൂസ്ഡേ ഈവനിങ് ബൈബിൾ സ്റ്റഡിയുടെ സമയമാണ്. പഴയ ട്യൂസ്ഡേ ഈവനിങ് ബൈബിൾ സ്റ്റഡിയും CAM ഉണ്ടായിരുന്നു ചർച്ചിൽ. എത്ര പേർക്ക് ഓർമ്മയുണ്ട് ആ കാലമൊക്കെ? അപ്പം ഈ പാസ്റ്ററുകൾ പുറത്ത് നിൽക്കുന്നു. എന്തുകൊണ്ട് പാസ്റ്ററെ? ഒന്നുമില്ല, നീ ഇപ്പോഴാണ് വരുന്നത്? ഞാൻ പറഞ്ഞാന്ന്. ഇപ്പോൾ CA ഉണ്ട്, ഇപ്പോഴാണ് നീ വരുന്നത്? ഞാൻ പറഞ്ഞാന്ന്. അതിന് CAക്ക് വേണ്ടി ഓടി വന്ന്, ഇന്ന് നീ ബാഗ് വെച്ച് വെച്ചോ? പറയാം. ശരി, ഞാൻ ബാഗൊക്കെ വെച്ച് വെച്ച് വന്നു. എന്തോ അങ്ങള്? അതെ, നിന്റെ ടൈപ്പ് ഒരു പ്രശ്നമുണ്ട്. എന്നോട് പറഞ്ഞ വാക്ക്. അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാൾ നല്ല നീ തന്നെ ഹാൻഡിൽ ചെയ്യുക. പക്ഷേ ഇച്ചിരി സൂക്ഷിച്ചു വേണം. എന്തോ പ്രശ്നം എന്തോ? അല്ല, ഒന്നുമില്ല. 2-3 ദിവസമായി രാത്രിയിലോ ഒരു ചെറുക്കൻ ഒരു മാനസികമായി സൈക്കോളജിക്കലായ ഒരു ഇതുണ്ട്. അപ്പം ഞങ്ങൾ കൗൺസിൽ ചെയ്ത് നീ അങ്ങ് പ്രാർത്ഥിയില്ല, അത് ശരിയാവും. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങളെ വേണ്ട, കാരണം ഞങ്ങൾ തമ്മിൽ ഇതിനെപ്പറ്റി തർക്കം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വേണ്ട, അങ്ങളങ്ങ് കൗൺസിൽ ചെയ്താൽ മതി. അല്ല, നീ പ്രാർത്ഥിക്കുവാ, നിൻ്റെ കൂട്ട് വേറെ പാർട്ടികളുണ്ടല്ലോ, എല്ലാം വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരെല്ലാം ബൈബിൾ സ്റ്റഡിക്കേ വരത്തുള്ളൂ, CAക്ക് വരത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ കയറി. അപ്പം അന്ന് ഡ്രം അടിക്കുന്ന എൻ്റെ ജോലി. അപ്പം ഞാൻ ഡ്രമ്മുമായിട്ട് കയറി. ഈ വലിയ ഡ്രമ്മല്ല, ഇതിൻ്റെ ചെറിയ സൈസ് അനിയൻ, ഒരെണ്ണം മാത്രം, സിംഗിൾ പീസ് ഡ്രം, തമ്പേറടിക്കുന്ന. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരുത്തന്നെ ഭൂതമാ. അപ്പം രാത്രി ഭൂതം ഇളകും, കൂട്ടുകാരെ എല്ലാം അടിക്കും. അതുകൊണ്ട് ഇവനെ പിടിച്ച് റൂമിൻ്റെ അകത്ത് പൂട്ടിയിട്ടേച്ച് ഇവരെല്ലാം കൂടെ ക്യാൻറ്റീനിലിരുന്ന് പ്രാർത്ഥനയാണ്.
എന്നിട്ട് ഈ പിശാചി ജനൽ തുറന്നിട്ട് പറഞ്ഞു, നീ അല്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാതെ. അപ്പം ഇവർ പറഞ്ഞു വേണ്ട, നമ്മൾ തമ്മിലൊരു അകൽച്ചയുണ്ട്, ആ അകൽച്ച സൂക്ഷിച്ചിങ്ങനെ. അപ്പം രാവിലെ ആകുമ്പോൾ ഇവൻ നോർമലാവും. അങ്ങനെ അപ്പോൾ 14 പേരുണ്ട് ഇവനെ പിടിക്കാൻ, ഈ ഭൂതത്തെ പിടിക്കാൻ, ഭൂതം പിടിച്ചവനെ പിടിക്കാൻ. അപ്പം ഇവൻ ആ കൊല്ലം ഗ്രാജുവേറ്റ് ആകുക, പാസ്റ്റർ ആകുക. ഓർത്തോണ്ട് എന്തൊരു ഗതികേട്. സ്വത്രം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ CAക്ക് വേണ്ടി, അല്ല CA കഴിഞ്ഞെന്ന് തോന്നുന്നു, CAക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. CA കഴിഞ്ഞ് ബൈബിൾ സ്റ്റഡി അങ്ങോട്ട് തുടങ്ങി. ബൈബിൾ സ്റ്റഡി തുടങ്ങാൻ നേരം സോഫി ആൻറ്റി എന്ന് തോന്നുന്നു ആദ്യം ഒരു പാട്ടിട്ടത് ആരംഭിച്ചു. ആൻറ്റി പാടിയ ആർക്കും ചേർന്ന് പാടാം, അങ്ങനെ ഒരു ഗുണമുണ്ട്. ആൻറ്റി പറഞ്ഞ് അടിക്കാൻ തോന്നുന്നു, ഇവിടെ നിൽക്കുന്നിടത്തോളം ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ എനിവേ ആരാധന മൂത്തപ്പം ഇവൻ ആട്ടം തുടങ്ങി. അപ്പൊ അതുവരെ ശ്രദ്ധിച്ചോണേ. അല്ല വേണ്ട, അതൊന്നും പറയുന്നില്ല. അപ്പം ഇവൻ ആടാൻ തുടങ്ങിയപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, ദൈവം ക്ഷമിക്കട്ടെ, പക്ഷേ പറയാതിരിക്കാനൊക്കത്തില്ല ഈ ഭാഗം. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഉപദേശി പുറകിലത്തെ വാതിലിന് അവിടെ നിൽക്കുന്നു. അടി പേടിയ. എനിക്കങ്ങ് സന്തോഷമായി. ഞാൻ ഈ തമ്പേറിന്റെ സ്പീഡും കൂട്ടി. ശിവന് സഹിക്കത്തില്ല, കിടന്നിങ്ങനെ ആടുക. ജോൺ തോമസ് എന്ന് പറയുന്നത് ഇപ്പൊ സൗദിയിലാന്ന് തോന്നുന്നു ബ്രദർ, പുള്ളി എൻ്റെ അടുത്തിരിപ്പുണ്ട്. ഞാൻ ടച്ച് ചെയ്തു, സംഗതി റെഡിയാ, അറ്റാക്ക് ചെയ്തോളാം. പുള്ളി എഴുന്നേറ്റു, ഞങ്ങളെല്ലാം കൂടെ തലയിൽ കൈവച്ചു. എന്നാൽ പിശാചി ഹിന്ദിയിലേ സംസാരിക്കത്തുള്ളൂ. ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എത്ര പേര്? അപ്പോൾ ഇന്റർവ്യൂ തുടങ്ങി. എത്ര പേരുണ്ട്? 4. എന്തിനാ വന്ന? കൊല്ലാൻ. പേരെന്തുവാ? പറയത്തില്ല. ഒരു കുഴപ്പമില്ല, നമുക്ക് ധാരാളം സമയമുണ്ട്, ഉപദേശം ചെയ്താലും പുറത്ത് നിൽക്കുക. അപ്പം സമയം ഈ ബൈബിളിലെ തത്വജ്ഞാനവും ഫിലോസഫിയും ദൈവിക അഭിഷേകവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. നീ ഇതിന്റെ ഗ്രീക്കും എബ്രായും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിടുതലും നടക്കത്തില്ല. ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിച്ചിട്ട് കൊടുത്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവിക വിടുതൽ അവിടെ വ്യാപരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്കങ്ങ് ഭയങ്കരം സന്തോഷം. കാരണം പല കാരണങ്ങൾ. എന്നിട്ട് 4 അതിൻ്റെ അകത്ത് 1-2 എണ്ണത്തിൻ്റെ പേര് പറയാം. ഒരു ശക്തി, ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് പിശാച് ഒരെണ്ണം. അത് പറഞ്ഞു, എൻ്റെ പേര് ഐ ആം ദ സ്പിരിറ്റ് ഓഫ് പ്രൈഡ്, ഇന്റലക്ച്വൽ പ്രൈഡ്. ബൈബിൾ കോളേജിൽ പഠിക്കുന്നതിൻ്റെ അഹങ്കാരം, അത് എൻ്റെ സ്വഭാവമാണ്. അത് എൻ്റെ പിശാചിൻ്റെ പേര് ഐ ആം ദ സ്പിരിറ്റ് ഓഫ് ഇന്റലക്ച്വൽ പ്രൈഡ്. അവൻ കള്ളൻ്റെ അപ്പനും ആയതുകൊണ്ട് പറയുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പറഞ്ഞ കാര്യം ഇതാ. അപ്പം ബ്രദർ ജോൺ തോമസ് മുടിക്കേറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, പിശാച് പറയടാ. ഉടനെ പുറകിൽ നിന്ന് 10-14 പേരുണ്ട് വാതൊക്കെ നിന്ന് പറയുക. പ്രാർത്ഥിക്കുമ്പോൾ മുടിക്ക് പിടിക്കണം എന്ന് വാക്യമില്ല. ജോൺ തോമസിന് സഹി കിട്ടു. പുള്ളി പറഞ്ഞു, ഇന്ന് എവിടാ പിടിക്കണമെന്ന് കാണിച്ചാട്ട് വരാൻ പറഞ്ഞു. ഈ ഭൂതം ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ വേറെ പ്രശ്നമാണ്. ഉടനെ പിശാച് വിട്ടേക്കാം. എന്നിട്ട് പിശാച് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലാൻ പോവാ. ഞാൻ പറഞ്ഞു, ഓ വലിയ കാര്യം, ഇപ്പം നീ കൊല്ലാൻ പോവാ ഇല്ലയോ, എന്നാ വേഗം അങ്ങ് ചെയ്യുക, എന്തിനാ താമസിപ്പിക്കുന്നു. ഉടനെ പിശാച് പറഞ്ഞു, നേ ഐ കനോട്ട് കിൽ. അപ്പോഴത്തേക്ക് ബ്രദർ ജോൺ തോമസ് അങ്ങ് ഭയങ്കരമായിട്ട് ചൂടായി. നീ കൊല്ലുമോ? പിശാചേ. പുള്ളി അടിച്ചില്ലെന്നേ ഉള്ളൂ. ഈ രക്ഷിക്കപ്പെട്ട് വന്നവർക്ക് ആ തീക്ഷ്ണത മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ പിശാചില്ല, കൊല്ലാനൊക്കത്തില്ല. എന്താ കൊല്ലാനൊക്കാത്ത? കൊല്ലാനൊക്കത്തില്ല. എന്നോട് പിശാച് പറഞ്ഞ മറുപടിയാണ്, കൊല്ലാനൊക്കത്തില്ല, തൊടാനൊക്കത്തില്ല. കാരണം നിന്റെ മേൽ ദൈവകൃപയുണ്ട്. പിശാച് പറയുക. കാരണം നമുക്ക് ഈ ഇടയ്ക്ക് സംശയമാണ്, കൃപയുണ്ടോ പോയോ എന്നൊക്കെ. അപ്പോൾ അതാ ഞാൻ പറയും, പിശാചിനോട് ചില കാര്യങ്ങളിൽ നന്ദിയുണ്ടെന്ന്. പിശാച് പറഞ്ഞ മറുപടിയാണ്, നിന്റെ മേൽ കൃപയുണ്ട്. ഹല്ലേലൂയ. നിന്റെ മേൽ കൃപയുള്ളിടത്തോളം കാലം എനിക്ക് തൊടാനൊക്കത്തില്ല. ഐ കാൻ ടച്ച് യു. കൃപയുള്ളിടത്തോളം നിന്നെ തൊടാനൊക്കത്തില്ല. എന്നിട്ട് പിശാച് പറയാം, എനിക്ക് നിന്റെ ചെറുപ്പത്തിൽ നിന്ന് നിന്നെ അറിയാം. ഞാൻ പറഞ്ഞു, എടാ കൊള്ളാമല്ലേ ഇത്, നമ്മൾ തമ്മി പരിചയമായിട്ട് കുറേ നാളായി. നിന്റെ 8ാമത്തെ വയസ്സ് മുതൽ എനിക്ക് എന്നെ അറിയാം. അന്ന് ഭൂതം പറഞ്ഞതാ. ഓ
നോക്കിക്കോണേ, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ എല്ലാ പിശാചിന്റെ ദൂതന്മാർക്കും സെൻട്രൽ ഓഫീസിൽ നിന്ന് ലൂസിഫർ റിപ്പോർട്ട് അയക്കും, യവനെ സൂക്ഷിച്ചോണം. കാരണം എന്റെ അഭിഷക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഹാനി വരുത്തതെന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഇവന്റെ പേര് കിടപ്പുണ്ട്. ദൈവിക കൃപ പ്രാപിച്ചവന്റെ പേര് ആ ലിസ്റ്റിൽ കിടപ്പുണ്ട്. എന്റെ അഭിഷക്തനെ തുടരുത്. ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്വത്രം 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 സ്വത്രം. ദൈവത്തിന്റെ കൽപ്പനയാ, എന്റെ അഭിഷക്തന്മാരെ തുടരുത്. ലേവ്യൻ വീട്ടിൽ നിറങ്ങിയപ്പോൾ ദൈവത്തിന്റെ കൽപ്പന അവന്റെ മീതെ, എന്റെ അഭിഷക്തനെ തുടരുത്. ഇവന്റെ മേൽ ഒരു അഭിഷേകം പകർന്നിട്ടുണ്ട്. ഒരു പുതുമയുടെ അധ്യായം എഴുതി തുടങ്ങുവാൻ ലോകം കണ്ടിട്ടില്ലാത്ത രാജ്യത്തിന്റെ ജനനം ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടലിന്റെ നടുവിൽ ഒരു രാജ്യത്തെ ഉളവാക്കുവാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന മാനപാത്രമാകയാൽ ഈ ലേവ്യന്റെ മേൽ ഇതാ ദൈവിക കൽപ്പന. പേരില്ലാത്ത ലേവ്യൻ, അഡ്രസ് ഇല്ലാത്ത ലേവ്യൻ, എന്നാൽ വിശ്വാസത്താൽ മോശ എന്ന ഒരുവൻ ജനിക്കുന്നതിന് മുമ്പേ വിശ്വാസത്താൽ ഒരു ലേവ്യൻ. സ്തോത്രം സ്തോത്രം. അറിയപ്പെടാത്ത മുഖമില്ലാത്ത അഭിഷക്തനാകുവാൻ നീ തയ്യാറാണോ? നീ ചിലതിന് ജന്മം കൊടുക്കുവാൻ പോകുകയാ, ചിലതിന് ജന്മം കൊടുക്കുവാൻ പോകുകയാ. You are going to birth something. Thank you Jesus. Hallelujah. പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ ഇടിച്ചുകൊണ്ടിരിക്കുക, നിന്റെ ചിന്താഗതികളെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുക. Hallelujah. ചില പുതുമകൾക്കായി എന്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ഇരിക്കുമ്പോൾ ഇരിപ്പുറയ്ക്കാതെ എന്തോ നിന്റെ അകത്ത് കത്തുന്നുണ്ടോ? എന്റെ ദൈവം ചിലതിനു വേണ്ടി നിന്നെ വിളിച്ചിരിക്കുകയാ. അകം കത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം 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 സ്തോത്രം. സമയമുണ്ട്, അതുകൊണ്ട് ആ കഥ പറഞ്ഞു തീർക്കാം. പിന്നെ ഭൂതം പോയി, അവനെ ടൂരിട്ടി, പിശാചിനോടുള്ള വാശിയല്ല അവൻ്റെ മേൽ തീർത്തു. ഭൂതം പോയി, ഭൂതം പോയി. ഭൂതം പോയപ്പം പുറത്തോടിയ പുള്ളികളെല്ലാം തിരിച്ചു കയറി വന്നു. ഈ പലപ്പോഴും പിശാചിനെ ഇറക്കാൻ വളരെ എളുപ്പമാണ്, അവൻ്റെ പുള്ളികളെ ഇറക്കാനാണ് ബുദ്ധിമുട്ട്. സത്യമായി ഞാൻ പറയുന്നത്, പിശാചിനെ ഇറക്കാൻ വളരെ എളുപ്പമാണ്, പറഞ്ഞാൽ കേൾക്കും. പറഞ്ഞാൽ കേൾക്കാത്ത അവൻ്റെ പുള്ളികളാണ്. പാസ്റ്റർ ചോദിച്ചു, എടാ എന്തോ വേണം? ഞാൻ പറഞ്ഞു, അവന് അഭിഷേകം പ്രാപിക്കുന്ന നല്ലത്. എല്ലാവരും കൂടെ തലയിൽ കൈ വെച്ചു. അന്നത്തെ സെക്രട്ടറിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കാരണം അപ്പോഴത്തേക്ക് പ്രോട്ടോക്കോളായ വിഷയം. പ്രോട്ടോക്കോൾ പ്രകാരം സെക്രട്ടറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരം ഇവൻ അഭിഷേകം പ്രാപിച്ചു. ഞങ്ങളെല്ലാം ഇങ്ങനെ, എല്ലാം കൂടെ ഒരു 30-50 പേരേ ഉള്ളൂ, എല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവൻ അഭിഷേകം പ്രാപിച്ചു കുലുങ്ങി. സെക്രട്ടറിയും പാസ്റ്ററും കൂടെ നമ്മുടെ ചർച്ചയിൽ നടന്ന ചരിത്രമായി പറയുന്നത്. എല്ലാം കൂടി ഇട്ടേച്ചൊരു ഓട്ടം. അവർ തുടങ്ങി, ഞാൻ കയറി ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു. പിന്നെ അവർ വന്ന് തീർത്തു പ്രാർത്ഥന. പിന്നെ അനങ്ങുന്നു. പാസ്റ്റർ പറയുക, പിന്നെ അനങ്ങുന്നു. എടാ അനങ്ങുന്നു. എന്തോ ചെയ്യും പാസ്റ്റർ? ഇത് പിശാചല്ല, ഇത് അഭിഷേകം. ആണോ? എന്നാ നീ മാറ്. സെക്രട്ടറി മൈ ഗോഡ് തമാശ ആണെങ്കിൽ എന്ത് സങ്കടമാണ്. ആ അവസ്ഥയിലിരിക്കുന്നതെല്ലാം ഇന്ന് ചൂട് പിടിച്ചോണം, അകം കത്തണം. There is a difference. ദൈവിക അഭിഷേകത്തിലുള്ള ക്രിസ്തീയ ജീവിതവും സാധാരണ ക്രിസ്തീയ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരു വലിയ വ്യത്യാസമുണ്ട്. ഈ പകൽക്കാലം ദൈവിക അഭിഷേകം എനിക്ക് കിട്ടിയേ മതിയാവും. കർത്താവ് എൻ്റെ അകത്തെ ഇരുപ്പുറയ്ക്കാതെ എന്തോ ഒരു പുതുമയ്ക്ക് ആരംഭം കൊടുക്കുവാൻ ദൈവം എൻ്റെ അകത്തെ ചലിപ്പിക്കുന്നത് കൊണ്ട് നന്ദി. എനിക്ക് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടത്തില്ലായിരിക്കും, എനിക്ക് പാടാൻ മൈക്ക് കിട്ടത്തില്ലായിരിക്കും, എനിക്ക് കൊട്ടാൻ തമ്പേർ കിട്ടത്തില്ലായിരിക്കും, എനിക്ക് അടിക്കാൻ ഗിത്താർ കിട്ടത്തില്ലായിരിക്കും, എൻ്റെ പേര് വെച്ച ഫോട്ടോ വെച്ച പോസ്റ്റർ കാണത്തില്ലായിരിക്കും. എന്നാൽ ചില അത്ഭുതങ്ങൾക്ക് ആരംഭം കൊടുക്കുവാൻ എൻ്റെ ദൈവം എന്നെ നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചിലത് ഇതിന് നടുവിലുണ്ടെങ്കിൽ നിന്റെ മേൽ ഇതാ ദൈവിക ആത്മാവിന്റെ വ്യാപാരം ഈ പകൽക്കാലം എന്റെ ദൈവം കൽപ്പിക്കുക. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു വാ തുറന്ന് അല്പനേരം ഉച്ചത്തിൽ
ഫറവോന്റെ നാട്ടിൽ, ഫറവോന്റെ കൊട്ടാരത്തിന്റെ കീഴിൽ നിന്റെ മേൽ ദൈവത്തിന്റെ കൽപ്പന, എന്റെ അഭിഷക്തനെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഹാനി വരുത്തരുത്. ഈ പകൽക്കാലം നിന്റെ മേൽ ദൈവിക ഉടമ്പടി. സ്തോത്രം, 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 സ്തോത്രം. അകം കത്തിയാൽ അടങ്ങിയിരിക്കരുത്. യെരമ്യാവിന്റെ ഭാഷയിൽ അടക്കി വെക്കണമെന്ന് നോക്കി, പക്ഷെ അസ്ഥികളുടെ അകത്ത് കിടക്കുന്ന ഈ തീയെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. എന്തേലും ചെയ്തേ മതിയാകൂ, എന്തേലും പ്രവർത്തിച്ചേ മതിയാകൂ. മൈ ഗുഡ്നസ്, ഹല്ലേലൂയ. ഒരു ലേവ്യൻ, ആമേൻ, ഒരു ലേവ്യൻ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ഈ അത്ഭുതങ്ങൾ പലപ്പോഴും പേരില്ലാത്ത, മുഖമില്ലാത്ത ഒരു ലേവ്യനിൽ കൂടെ ദൈവം ചെയ്യുന്നത്. അത് നമുക്കായിരിക്കുവാൻ ഈ പകൽക്കാലം ഒരു സമർപ്പണം ഉണ്ടാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. മറിയെ പറ്റി പ്രസംഗിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ യോസേഫിനെ പറ്റി ഒന്ന് പ്രസംഗിക്കട്ടെ. മറിയോട് നേരിട്ട് ദൂതൻ വന്ന് സംസാരിച്ചു. യോസേഫിനോട് സ്വപ്നത്തിൽ ദൈവം സംസാരിച്ചു. മാൻ, ആർക്കാ കൂടുതൽ വിശ്വാസം? പറ. യോസേഫിന്. മറിയെ കൺവിൻസ് ചെയ്യാൻ ദൈവം ദൂതനെ അയച്ചു. ഗബ്രിയേൽ, P&Dയുടെ CEO, സ്വർഗത്തിലെ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ, നേരിട്ട് ഇറങ്ങി വന്നു. എന്നിട്ടാ പറഞ്ഞത്. എന്നിട്ടും അവിശ്വാസം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? യോസേഫിനോട് സ്വപ്നത്തിൽ ദൈവം പറഞ്ഞു, ഓക്കെ, വിശ്വാസം. യോസേഫിനോട് ആദ്യമേ ദൈവം സംസാരിച്ചു, അവൻ അത് അംഗീകരിച്ച. പിന്നെ ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്, ഒറ്റ പ്രാവശ്യം ദൈവം മറിയോട് സംസാരിക്കാൻ മെനക്കെട്ടിട്ടില്ല. കാരണം പറയാൻ എളുപ്പം ഇവനോടാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒറ്റ പ്രാവശ്യമേ ദൈവം മറിയോട് സംസാരിച്ചുള്ളൂ. ബാക്കി മുഴുവൻ യോസേഫിനോട്. ബത്ലഹേമിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് കൊണ്ടുപോയി, അത്